നിങ്ങളുടെ കടയിൽ സർവീസിന് വരുന്ന ഒരു ഡിവൈസ് ഗാഡ്മിയിൽ കൂടി സുരക്ഷിതമായി എങ്ങനെ ലോഗ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി ഡിവൈസ് സർവീസ് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സർവീസിന് വന്നിരിക്കുന്നത് ഒരു ഗാഡ്മി യൂസർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രോസസ്സ് എന്ന് നോക്കാം. ആദ്യം വന്നിരിക്കുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് വ്യക്തിയെ വെരിഫൈ ചെയ്യുക. ഗാഡ്മി വെരിഫൈഡ് ആയ യൂസറുടെ പേരും മറ്റു വിവരങ്ങളും സ്ക്രീനിൽ കാണാവുന്നതാണ്. സർവീസ് ലിസ്റ്റിൽ നിന്നും ചെയ്യേണ്ട സർവീസ് തിരഞ്ഞെടുക്കുക. ശേഷം സർവീസിന് കൊണ്ടുവന്നിരിക്കുന്ന ഡിവൈസിൻ്റെ IMEI എൻ്റർ ചെയ്യുക. കൊണ്ടുവന്നിരിക്കുന്ന ഡിവൈസിന് പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്യുക. ബ്രാൻഡ് സെലക്ട് ചെയ്യുക. മോഡൽ ടൈപ്പ് ചെയ്യുക. വന്നിരിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ എടുക്കുക. സർവീസിന് കൊണ്ടുവന്നിരിക്കുന്ന ഡിവൈസിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. കൊണ്ടുവന്നിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ പ്രശ്നങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയി എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ശേഷം സേവ് ഡിവൈസ് ഇൻഫോ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സർവീസ് സക്സസ്ഫുള്ളി ആയി ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സർവീസിന് വന്നിരിക്കുന്നത് ഒരു നോൺ ഗാഡ്മി യൂസർ ആണെങ്കിൽ എങ്ങനെ ഡിവൈസ് സർവീസിന് എടുക്കാം എന്നുള്ളത് നോക്കാം. ഡിവൈസ് സർവീസ് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സർവീസിന് വന്നിരിക്കുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന വ്യക്തിയുടെ പേര് ടൈപ്പ് ചെയ്യുക. സർവീസ് ലിസ്റ്റിൽ നിന്നും ആവശ്യമായ സർവീസ് തിരഞ്ഞെടുക്കുക. IMEI നമ്പർ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്യുക. ഡിവൈസ് പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ബ്രാൻഡ്, മോഡൽ എന്നിവ ടൈപ്പ് ചെയ്യുക. ആഡ് പേഴ്സൺ ഇമേജ് എന്നതിൽ വ്യക്തിയുടെ ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ആഡ് ഡിവൈസ് ഇമേജ് എന്നതിൽ ഡിവൈസിൻ്റെ ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ശേഷം ഡിസ്ക്രിപ്ഷനിൽ ഡിവൈസിൻ്റെ ഡീറ്റെയിൽ ആയ പ്രശ്നങ്ങൾ മെൻഷൻ ചെയ്ത് സേവ് ഡിവൈസ് ഇൻഫോ കൊടുക്കേണ്ടതാണ്. സർവീസിനായി ഡിവൈസ് സക്സസ്ഫുള്ളി ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സർവീസിന് കൊണ്ടുവന്നിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നതിനായി ട്രാൻസാക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. സർവീസിന് കൊണ്ടുവന്നിരിക്കുന്ന മൊബൈലിൻ്റെ കാർഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സർവീസ് അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിരിക്കുന്ന വർക്കും മറ്റു പ്രശ്നങ്ങളും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനായി ആഡ് ക്ലിക്ക് ചെയ്യുക. സർവീസ് സ്റ്റേറ്റസ് വർക്കിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. കംപ്ലീറ്റഡ്, പെൻഡിങ്, റിട്ടേൺ, ഡെലിവേർഡ്, ഇൻ പ്രോഗ്രസ് എന്നുള്ള സ്റ്റേറ്റസ് നിങ്ങളുടെ പ്രോഗ്രസ് അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. റിമാർക്സ് കോളത്തിൽ വർക്കിൻ്റെ പ്രോഗ്രസ് ഡീറ്റെയിൽ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എക്സ്പെൻസ് ചാർട്ടിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എക്സ്പെൻസുകൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, പ്രൈസ് കൊടുക്കുക. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പെൻസ് ചാർട്ടിൽ നിങ്ങൾക്ക് വരുന്ന ഓരോ എക്സ്പെൻസും ഇൻഡിവിജ്വലായി ആഡ് ചെയ്ത് കൊണ്ടിരിക്കുക. ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾ സർവീസിന് കൊണ്ടുവന്ന ഫോണിൻ്റെ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ്. സർവീസ് കഴിഞ്ഞ മൊബൈൽ തിരിച്ചു കസ്റ്റമറിന് നൽകിയതിന് ശേഷം സർവീസ് സ്റ്റേറ്റസ് ഡെലിവേർഡ് എന്ന് ആക്കുക. എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സർവീസ് അപ്ഡേറ്റായി ആഡ് ചെയ്യുന്ന എല്ലാ ലോഗുകളും സർവീസ് അപ്ഡേറ്റ്സിൽ കാണാവുന്നതാണ്.
നിങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ എക്സ്പെൻസും എക്സ്പെൻസ് ചാർട്ടിൽ കാണാവുന്നതാണ്. നിയമപാലകരുടെ നിർദ്ദേശപ്രകാരം സർവീസിന് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയെ വെരിഫൈ ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഗാഡ്മിയിൽ ഗാഡ്മി യൂസർ ആണെങ്കിലും നോൺ ഗാഡ്മി യൂസർ ആണെങ്കിലും OTP വഴി വെരിഫൈ ചെയ്യുന്നത്. സർവീസിന് വരുന്ന ഡിവൈസുകൾ ഗാഡ്മി വഴി സുരക്ഷിതമായി സർവീസിന് എടുക്കേണ്ടതാണ്.